ഹിസ്റ്ററിയും ഫോക്ക്ലോറും, ചരിത്രവും നാടോടി വിജ്ഞാനിയും തിരിച്ചറിയാനൊരു മാർഗമുണ്ട്. ചരിത്രത്തിന് ഒരു പാഠമേ ഉള്ളൂ. ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മ ഒന്നേ ഉള്ളൂ. പക്ഷേ മിത്തിൽ ഈ നാടോടി വിജ്ഞാനീയത്തിൽ പല പല മാർത്താണ്ഡവർമ്മമാർ നമ്മൾ കാണും. പല പല ഒരേ രൂപത്തുള്ള പല പല സംഭവങ്ങൾ കാണും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുണ്ടല്ലോ, ഈ ഓണത്തിൻ്റെ ഉത്ഭവത്തിനെ കുറിച്ച് പല പല കഥകളാണ്. മഹാബലിയെ ചവിട്ടി താഴ്ത്തിയതാണ് എന്നൊരു കഥയുണ്ട്. രണ്ടാമതൊരു കഥ എന്താ, പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചിട്ട് 64 ഇല്ലങ്ങളെ പലയിടത്തായി സ്ഥാപിച്ചു. അവരുടെ പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞാനിതാ പ്രത്യക്ഷമാകുന്നു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി, ഞാൻ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് പരശുരാമൻ അപ്രത്യക്ഷനാകും. ഉടൻ തന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരാളിന് സംശയം, ഇദ്ദേഹം പറഞ്ഞ് ശരിയാണോ എന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഒന്ന് ധ്യാനിച്ചു. പരശുരാമൻ വന്നു, എന്താണ് നിങ്ങൾ എന്നെ ധ്യാനിച്ചത്? ഇല്ല, വെറുതെ അങ്ങ് വരുമോ ഇല്ലെന്ന് നോക്കാമെന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പരശുരാമന് ദേഷ്യം വന്നു, പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ ധ്യാനിച്ചാൽ ഞാൻ വരില്ല, എൻ്റെ ജന്മദിനമായ തിരുവോണ ദിവസം ഞാൻ വരുമെന്ന്. ഒരു കഥയാണ്. രണ്ടാമതൊരു കഥയുള്ളത് ചരിത്രപരമാണ്. അതായത് അവസാനത്തെ ചേര രാജാവായ ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് അറേബ്യയിലേക്ക് പോയ ദിവസമാണ് ഓണം എന്നൊരു വിശ്വാസം ഉണ്ട്. അല്ല, അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചതുകൊണ്ട് ആ ദിവസമാണ് തിരുവോണം. അതാണ് മഞ്ഞ ഓണത്തിൻ്റെ അടയാളമായി എടുത്തിരിക്കുന്നത് എന്ന്. ജൈനമതക്കാർ പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങളെ ജൈനമതമാണ് ചേരമാൻ പെരുമാൾ സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇതിനേക്കാൾ വളരെ കൗതുകകരമായൊരു കാര്യം ഈ മഹാബലി മിത്തിലാണ്. മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നത് 6ാമത്തെ അവതാരമായ വാമനാണ്. കേരളം സൃഷ്ടിക്കുന്നത് 7ാമത്തെ അവതാരമായ പരശുരാമൻ. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളും നിരവധി പാഠങ്ങളും നിലനിൽക്കുന്നുണ്ട് തന്നെ. ഇതിനെ നമുക്ക് മിത്തിൻ്റെ കൂട്ടത്തിലോ ഫോക്ക്ലോറിൻ്റെ കൂട്ടത്തിലോ ഒക്കെയാണ് പെടുത്തേണ്ടത്. ഇത് ഫോക്ക്ലോറാണ്. ഇത് എന്താണ് ഈ മിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിത്ത് എന്ന് പറയുന്നത് നമുക്ക് ഉത്തരം കാണാൻ കഴിയാത്ത ഒരു സമസ്യയ്ക്ക് നാം സ്വയം ഉണ്ടാക്കുന്ന ഒരു ഉത്തരമാണ്, അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കുന്ന ഒരു കഥയാണ് മിത്ത്. ഇത് ഓരോ ഇടത്തും ഓരോരുത്തരൊരു മിത്ത്. ഇപ്പം എനിക്ക് ഉത്തരം കാണാൻ കഴിയാത്തൊരു സമസ്യയ്ക്ക് ഞാനൊരു കഥ ഉണ്ടാക്കും, മറ്റൊരാൾ മറ്റൊരു കഥ ഉണ്ടാക്കും, കൊല്ലത്തുള്ള ആളുകൾ അവരുടെ, അങ്ങനെ നിരവധി കഥകൾ പലയിടത്ത് പല രീതിയിൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മിത്താണ്. കഥ, അതിൻ്റെ പിന്നിലുള്ള ചരിത്രമെന്ന് പറയുന്ന കഥ മിത്താണ്. അപ്പോൾ പിന്നെ എന്താണ് ഓണം? എന്തായാലും ഓണമെന്ന് പറയുന്ന ഒരു സത്യമാണ്. അപ്പോൾ എന്താണ് ഓണം എന്ന് പറയാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട്. ഓണത്തിനകത്ത് തന്നെ, ഓണമെന്ന വാക്കിനകത്ത് തന്നെ ഒരു ആര്യബന്ധം കിടപ്പുണ്ട്. ശ്രാവണമാണ് ആവണമായതും ആവണമാണ് ഓണമായതും എന്ന് നിരവധി തവണ എല്ലാ ഭാഷാശാസ്ത്രകാരന്മാരും പൊതുവായി അംഗീകരിക്കുന്ന സത്യമാണ്. ശ്രാവണം, ഷ എന്ന് പറയുന്ന അക്ഷരം പഴയ മലയാളത്തിലില്ല. പഴയ മലയാളത്തിൽ 30 അക്ഷരമേ ഉള്ളൂ. ഇന്ന് ഏതാണ്ട് തമിഴിൽ ഉള്ളതുപോലെ, അതായത് അധികരം, മൃദു, ഘോഷം തുടങ്ങിയ അക്ഷരങ്ങളില്ല. ഷ, ഷ, സ, ഹ ഇല്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ശ്രാവണം എന്ന് പറയുന്നൊരു പദം മലയാളത്തിലുണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഷ ഉള്ളത് ആര്യൻ ഭാഷകളിലാണ്, വടക്കേ ഇന്ത്യയിലാണ്. ശ്രാവണം വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. അങ്ങനെയെങ്കിൽ ഓണവും വടക്കേ ഇന്ത്യയിൽ രൂപം കൊണ്ടതാണ്. ഇതിനൊരു തെളിവ്, 1-2 തെളിവുകൾ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ജമ്മുവിൽ ഒരു സമൂഹമുണ്ട്, ദോഗ്രി എന്നാണ് അവരുടെ പേര്. ദോഗ്രികൾ, അവരുടെ പേരിൻ്റെ കൂടെ ദോഗ്രികൾ, നമ്മളൊരു IAS IPS ഓഫീസർമാരൊക്കെ ദോഗ്രികൾ ധാരാളമുണ്ട്. ഒരു പരിഷ്കൃത സമൂഹം. അവരുടെ മിത്തുകളിൽ അവർക്കൊണ്ടൊരു മാവേലി, വില്ലാളി വീരനായ ഒരു മാവേലിയെക്കുറിച്ച് അവരുടെ നാടോടി പാട്ടുകളിൽ കാണാം.
ജൈനമതത്തിൽ നിരവധിയുണ്ട്. ആനവ ബലി, മഹാദേവ ബലി എന്ന് പറയുക, അതിനകത്ത് ഒരു 10-20 ബലിമാരെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അശോകന്, സമ്രാട്ട് അശോകന് ബലി എന്നൊരു വിളിപ്പേരുണ്ട്. ഇതിലേത് ബലി? അപ്പോൾ ബലി എന്നുള്ള പദം ഒരു പേരല്ല, അതൊരു ബിരുദമാണ്. ഒന്നുകിൽ ബലിയായവൻ, ബലി നൽകിയവൻ, അതല്ലെങ്കിൽ ബലവാൻ. ഇതേതോ അർത്ഥത്തിലാവാം ബലിയായത്. അങ്ങനെയുള്ള ഏതോ ഒരു ബലിയെ ഉദ്ദേശിച്ചാണ് ഇത് രൂപപ്പെട്ടു വന്നത്. നമുക്ക് ലഭ്യമായ തെളിവ് വെച്ചുകൊണ്ട് 12-ാം നൂറ്റാണ്ടിലൊരു മഹാബലിയെക്കുറിച്ചുള്ള ഒരു ശിലാലിഖിതം കേരളത്തിലുണ്ട്. നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന റോഡിൽ ഒരു ക്ഷേത്രമുണ്ട്. കേരളത്തിലാണ് ആ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ പേര് മധുര മീനാക്ഷി ക്ഷേത്രം. ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ മാവേലി വാണാതിരായൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ശിലാലിഖിതമുണ്ട്. മാവേലി വാണാതിരായൻ എന്നാണ്. ഈ മാവേലി വാണാതിരായൻ വേറെ ഒന്നുമല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത് കേരളത്തിലേക്ക് വരുന്ന മാടുകൾക്ക് നികുതി ഏർപ്പെടുത്തുന്നതാണ്. കേരളത്തിലേക്ക് മാട് വരണമെങ്കിൽ നികുതി കൊടുക്കണം, അത്രയേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, മാവേലി വാണാതിരായൻ രാജാവിൻ്റെ പേരാ. വാണാതിരായൻ എന്ന് പറയുന്ന രാജാവ്, മാവേലി ഒരു ഗോത്രപ്പേരാണ്. നമ്മൾ തമിഴ്നാട് ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 12-13 മാവേലിമാരെ നമ്മൾ കാണുന്നു. അപ്പോൾ മാവേലി ഒരു ഗോത്രമാണ്. ഇത് തമിഴ്നാട് ചരിത്രകാരന്മാർ പറയുന്നത് ഈ പല്ലവ രാജാവിൻ്റെ നിന്ന് പിരിഞ്ഞു പോയ ഒരു കൈവഴി ആണ് ഇതാണ്. അപ്പോൾ ഈ മാവേലി വാണാതിരായന്മാരും മാവേലി രാജാക്കന്മാരും ആരും മഹാസാമ്രാജ്യങ്ങൾ ഭരിച്ചവരല്ല, എല്ലാം കൊച്ചു കൊച്ചു പ്രവിശ്യകൾ ഭരിച്ചവരാണ്. അതുകൊണ്ട് 8ഓളം പ്രവിശ്യകളിൽ ഈ മാവേലിമാർ ഭരിച്ചതായി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ് മറ്റൊന്നുള്ളത്. ഇനി വേറൊരു തെളിവുള്ളത് ഈ സംഘകാല കൃതികൾ, അതായത് BC 2 മുതൽ AD 6 വരെയാണ് അതിൻ്റെ ഒരു കാലം. ഇതിൽ ഏതാണ്ട് അവസാനം 4-ലോ 5-ലോ 6-ലോ നൂറ്റാണ്ടിൽ എഴുതിയ ഒരു കൃതിയാണ്, തമിഴ് കൃതിയാണ് പത്തുപ്പാട്ട്. പത്തുപ്പാട്ടിൽ മാവേലിയെക്കുറിച്ചും തിരുവോണം മധുരയിൽ ആഘോഷിച്ചിരുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഇന്നേക്ക് ഏകദേശം 10,500 കൊല്ലങ്ങൾക്ക് മുമ്പ് മധുരയിൽ ഓണം ആഘോഷിക്കുകയും അതിൻ്റെ പേരിൽ പോര് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് വില്ലാളി വീരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോര് നടത്താറുണ്ട്. നമ്മുടെ പാലക്കാട്ട് നടക്കുന്ന ഓണപ്പട പോലെ വില്ലാളി വീരന്മാരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ളൊരവസരം കൂടിയായിരുന്നു മധുരയിലെ ഓണം 1500 കൊല്ലത്തിന് മുമ്പ്. അപ്പോൾ മധുരയിൽ എങ്ങനെ ഓണം വന്നു? നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പോകണം. അശോക ചക്രവർത്തിയുടെ കാലം നമുക്കറിയാം. BC 2-3 നൂറ്റാണ്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലം. 3-3 നൂറ്റാണ്ട് BC. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പൗത്രൻ ബൃഹദ്രഥൻ അധികാരത്തിൽ വരുന്നുണ്ട്. ഈ ബൃഹദ്രഥനെ അട്ടിമറിക്കുന്നത് പുഷ്യമിത്ര ശുങ്കൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പട്ടാള അട്ടിമറിയിലൂടെ ബൃഹദ്രഥൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നു. അങ്ങനെ ശുങ്ക രാജവംശം 110 കൊല്ലം ഭരിച്ചു. ആ കാലഘട്ടത്തിൽ അതിൻ്റെ അന്ത്യത്തോടുകൂടി മധ്യ ഇന്ത്യയിൽ ഒരു പുതിയ രാജവംശം രൂപം കൊള്ളുന്നു. അതിൻ്റെ പേരാണ് നമ്മൾ ശാതകർണികൾ എന്ന് പറയുന്ന രാജവംശം. ഗൗതമീപുത്ര ശാതകർണി, അല്ല പ്രസിദ്ധനായൊരു രാജാവ്. ഗൗതമീപുത്ര ശാതകർണിയെയും ബലി എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലവും ആ ഭരണകൂടത്തിനെയും കുറിച്ച് എഴുതിയ ഒരു കൃതിയാണ് ഗാഥാസപ്തശതി. ഈ ഗാഥാസപ്തശതിയിൽ ഓണത്തിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ ഗാഥാസപ്തശതിയിൽ പറയുന്ന
ഈ ഗൗതമീപുത്ര ശാതകർണി എന്ന എന്ന ബലവാന്റെ അവദാനങ്ങൾ വർണ്ണിക്കുന്ന കാവ്യമാണത്. ഓണത്തിനെക്കുറിച്ച് നമുക്ക് ആദ്യമായി കിട്ടുന്ന രേഖത. അപ്പോൾ ഈ മധ്യ ഇന്ത്യയാണ്, ഞാൻ പറഞ്ഞു, മധ്യപ്രദേശ്, സൗരാഷ്ട്ര, ഇന്നത്തെ മഹാരാഷ്ട്ര അടങ്ങുന്ന സൗരാഷ്ട്ര, വടക്കേ ആന്ധ്രയെ കൂടെ ചേർന്നാണ് ഈ ഇതുണ്ടല്ലോ ഗൗതമീപുത്ര ശാതകർണിയുടെയും, ആ ശാതകർണി രാജ 8 പേരാണ് അതിനകത്തുണ്ട്, പുലികേശി തുടങ്ങിയ ആളുകളുടെയൊക്കെ ഒരു സാമ്രാജ്യം. അവിടെയാണ് നമ്മൾ ആദ്യമായി ഓണത്തിനെക്കുറിച്ച് രേഖാസ്പദമായി തെളിവിട്ടത്. അത് ഗൗതമീപുത്ര ശാതകർണിയെക്കുറിച്ചാവാം, അല്ലെങ്കിൽ ഗൗതമീപുത്ര ശാതകർണി നടപ്പിലാക്കിയതുമാകാം ഓണം. കാരണം അദ്ദേഹം വൈഷ്ണവനായിരുന്നു, വിഷ്ണുവിനെ ആരാധിച്ചു. പക്ഷേ അന്ന് ക്ഷേത്രങ്ങൾ രൂപപ്പെട്ടിരുന്നില്ല. ഇതൊക്കെ 1-2 നൂറ്റാണ്ടുകളിലെ കഥയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ ഒരു ഉത്സവമാകാനാണ് സാധ്യത. ഈ ഓണം പലയിടത്തും പല രീതിയിലേക്ക് വ്യാപരിച്ചു. അതിൻ്റെ ഉദാഹരണമാണ് കർണാടകത്തിൽ, മഹാരാഷ്ട്രയിൽ മഹാബലിയുടെ രാജ്യം വരേണമേ എന്നാണ് ദീപാവലിക്ക് പറയുന്നത്. ദീപാവലിക്ക് അവർ പറയുന്നത് ബലിയുടെ രാജ്യം വരേണമേ എന്നാണ്. കർണാടകത്തിൽ ചാണകപൂജ നടപ്പിലാണ്. ഈ നമ്മൾ വളക്കുഴി എന്ന് പറയുന്ന ചാണകമിടുന്നിടത്ത് പൂജ നടത്തി, ചാണകത്തിന് പൂജ നടത്തിയിട്ട് ബലിയുടെ രാജ്യം വരേണമേ എന്ന് പറയാറുണ്ട്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.